20ാമത് സംസ്ഥാന എക്സൈസ് കലാകായികമേള നവംബർ 30, ഡിസംബർ 1-2 തീയതികളിൽ തേനിപ്പലം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ വെച്ച് നടക്കുമെന്ന് ഉത്തരമേഖല ജോയിന്റ് എക്സൈസ് കമ്മീഷണർ KS ഷാജി മലപ്പുറത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 1-ാം തീയതി രാവിലെ 8-ന് മന്ത്രി MP രാജേഷ് മേള ഉദ്ഘാടനം ചെയ്യും. സമാപന പരിപാടിയിൽ മന്ത്രി V അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്ത് സമ്മാനദാനം നിർവഹിക്കും. മലപ്പുറം ജില്ല ആദ്യമായാണ് സംസ്ഥാന എക്സൈസ് കലാകായികമേളയ്ക്ക് ആതിഥേയത്വം വഹിക്കുന്നത്. ഈ ഔദ്യോഗിക കൃത്യ നിർവഹണത്തിലും മൂലമുള്ള ജീവനക്കാരുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനും സർവീസിലുടനീളം കായികക്ഷമത നിലനിർത്തുന്നതിനും വേണ്ടിയാണ് ഒരു മാർഗമെന്ന നിലയിൽ ആണ് സംസ്ഥാന എക്സൈസ് കലാകായികമേള നടത്തുന്നത്. 3 ദിവസങ്ങളിലായി നടക്കുന്ന മത്സരങ്ങൾ 10 വേദികളിലായാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ആകെ 1461 മത്സരാർത്ഥികളാണ് കലാകായികമേളയിൽ മാറ്റുരയ്ക്കുക. നവംബർ 30-ന് ആരംഭിക്കുന്ന ഗെയിംസ് ഇനങ്ങൾക്ക് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം, PT ഉഷ ഇൻഡോർ സ്റ്റേഡിയം, KLM ക്രിക്കറ്റ് സ്റ്റേഡിയം, ചെറുവണ്ണൂർ പ്രീമിയർ അക്കാദമി എന്നിവിടങ്ങളിൽ വേദിയാകും. ഡിസംബർ 1-2 തീയതികളിലായി ട്രാക്ക് ആൻഡ് ഫീൽഡ് മത്സരങ്ങൾ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ നടക്കും. കലാമത്സരങ്ങൾ തേനിപ്പലം ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 6 വേദികളിലായിരിക്കും നടക്കുക. വാർത്താ സമ്മേളനത്തിൽ മലപ്പുറം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർമാരായ KP മോഹൻ, സംഘാടക സമിതി ജനറൽ കൺവീനർ K സന്തോഷ് കുമാർ, സ്പോർട്സ് ഓഫീസർ KR അജയ്, പ്രോഗ്രാം കോർഡിനേറ്റർ R മോഹൻകുമാർ, ജിജു ജോസ് എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. 15 വർഷങ്ങളായി ഈ തിളക്കം നമ്മെ ഭ്രമിപ്പിക്കുന്നു. 15 വർഷങ്ങളായി ഈ വ്യത്യസ്തത നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു. 15 വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ്. ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.